السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بهم الله. أما بعد. സമാദരണീയരായ സയ്യിദവറുകൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധികളിൽ തൃപ്തിപ്പെടുന്ന നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടും നമ്മുടെ ഖൽബിൽ നിന്ന് വിട്ടുപിരിയാത്ത, ഇപ്പോഴും ശാസനകൾ നൽകുവാനും സ്നേഹഭാഷണം നടത്തുവാനും കൂട്ടിപ്പിടിക്കുവാനും അപാരമായ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിച്ച അഭിവന്ദരായ അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദിനെ കണ്ണുകളിലേക്ക് വരുമ്പോൾ ശാസിക്കുമ്പോൾ കാണുന്ന ആ കണ്ണുകളും ലാളിക്കുമ്പോൾ കാണുന്ന പുഞ്ചിരിയും കൂട്ടിയിണക്കുമ്പോൾ വലതുകൈയിലെ വാച്ച് കുലുക്കി നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന ആലിംഗനത്തിന്റെ സ്പർശനവും ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. സമരവീതിയിലാണ് വിട പറഞ്ഞത്. വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മകൻ, യതീമായി വളർന്ന കെ.എം. ബഷീറിന്റെ നീതി നിഷേധിക്കപ്പെടുന്ന നിലപാടുകൾ ഭരിക്കുന്ന സർക്കാർ കൈക്കൊണ്ടപ്പോൾ കേരളത്തിന്റെ എല്ലാ കലക്ട്രേറ്റുകൾക്ക് മുന്നിലും അപശബ്ദങ്ങളില്ലാതെ, അതേ സമയത്ത് വേദനിക്കുന്ന പദങ്ങളും നിറഞ്ഞ കണ്ണുകളുമായി അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടിയപ്പോൾ ആകാശത്തിന്റെ അനന്തതയിൽ വെള്ളിയായി നിന്ന സൂര്യന്റെ കിരണങ്ങൾ വരെ ശാരീരിക ക്ഷീണങ്ങളോ വിശപ്പുകളോ ദാഹങ്ങളോ വകവെക്കാതെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഈ കേരളത്തിന്റെ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ശബ്ദമുയർത്തി അവകാശത്തിന് വേണ്ടി സംരക്ഷിച്ചുകൊണ്ട് സമരവേദികളിൽ നിറഞ്ഞ നേരത്തെ പിരിച്ചു പിടിച്ച ബാനറിന്റെ പിന്നിൽ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകരെ എല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ മക്കളാണ്, ഞങ്ങൾ ഈ വേദിയിൽ നീതി ലഭിക്കാതെ മുന്നോട്ട് നീങ്ങുകയില്ല, പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് അമ്പിയാക്കളുടെ ലോക ചരിത്ര വീഥികളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മുഹറമിന്റെ ആദ്യത്തെ ദിനങ്ങളിൽ തക്ബീർ ധ്വനികൾക്കിടയിൽ ലത്തീഫ് സഅദി ഉസ്താദിന്റെ അവസാനത്തെ വാക്കുകൾ വന്നു ചേർന്നപ്പോൾ കാണുവാനും നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരെല്ലാം പിന്നെ ഉസ്താദിന്റെ അപകടനില തരണം ചെയ്യാത്ത ശരീരത്തിന്റെ വിഷയത്തെ കുറിച്ച് കേട്ടപ്പോൾ അന്ന് സാധുവായ ഞാൻ കോഴിക്കോടുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് തൃശ്ശൂരിൽ സുൽത്താനുൽ ഉലമയുടെ കൂടെ ഒരു ചടങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദിന്റെ വാഹനം മുന്നിലും ഞങ്ങൾ പിന്നിലുമായി സഞ്ചരിക്കുമ്പോഴാണ് ഫോൺ വരുന്നത്. നിശ്ചലമായി പോയ ഒരു നിമിഷം അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി പഴശ്ശി ഉസ്താദ്, അവിടുത്തെ അഭിവന്യരായ ഗുരുവര്യന്മാർ, പ്രത്യേകിച്ച് ശൈഖുന പി.എ. ഉസ്താദ് വിട പറഞ്ഞ ആ സമയത്ത്, അതേ മാസത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബർസഖി ജീവിതത്തിലേക്ക് യാത്രയായി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന നേരത്ത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
നമ്മുടെ ഷൗക്കത്ത് സാഹിബിന്റെ വാഹനത്തിൽ കയറിയപ്പോ ഒരാളെ ഞാൻ സൈഡിൽ കണ്ടു. വണ്ടി നിർത്താൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾ കൂത്തുപറമ്പിലെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിയപ്പോ അദ്ദേഹം എന്നോട് പറയാണ്, അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് നേരത്തെ പഠിച്ചിരുന്നത് നന്ദി ദാറുസ്സലാമിലാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കെ മഹാനായ പഴശ്ശി ഉസ്താദിന്റെ വാപ്പ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വലിയ സൂഫിയും സൂക്ഷ്മ ജീവിതത്തിന്റെ ഉടമയുമാണ്. അദ്ദേഹം പറയുമായിരുന്നു അത്രേ, അബ്ദുൽ ലത്തീഫിനെ അവിടുന്ന് മാറ്റി എം.എ. ഉസ്താദിന്റെയും പി.എ. ഉസ്താദിന്റെയും സഅദിയിലാക്കണമെന്ന്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത ആ വ്യക്തി പറയാണ്, ഞങ്ങളന്ന് ചോദിക്കും അബൂബക്കർ മുസ്ലിയാരോട്, അതെന്തിനാണ് ഇപ്പൊ അങ്ങനെ മാറ്റുന്നത്? നന്ദിയിലാണല്ലോ ഒരുപാട് ആളുകൾ ഉള്ളത്. അനിവാര്യമായ ഒരു ടേണിംഗ് പോയിന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ വന്ന ഘട്ടത്തിൽ മഹാനായ ശൈഖുന നെല്ലിക്കുത്ത് ഉസ്താദ് മർക്കസിലേക്കും ബഹുമാനരായ ശൈഖുന കുമരംപുത്തൂർ ഉസ്താദ് സഅദിയിലേക്ക് പോയപ്പോൾ ജനിച്ച നാള് മുതൽ കാതുകളിൽ വാങ്ങുകൊടുത്ത് പോറ്റി വളർത്തിയ വാപ്പയുടെ ആഗ്രഹം അല്ലാഹ് പൂർത്തീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് സഅദിയിൽ ഉപരിപഠനത്തിന് എത്തുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് സാക്ഷിയാക്കി ഞങ്ങളുടെ സീനിയറായ പണ്ഡിത നേതാവ് എന്ന നിലയിൽ തന്നെ ആ കാലഘട്ടം മുതൽ തന്നെ വളരെ ആകർഷണീയമായ വഅളുകളും ദർസുകളും സംഘടനാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു ഭാഗ്യം നൽകി. ഇന്നിവിടെ നടക്കുന്നത് ശിഷ്യഗണങ്ങളുടെ സംഗമമാണ്. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോ ഇടതുവശത്ത് സഹോദരിമാരെ കണ്ടപ്പോ ഞാൻ ഷാഫിയാജിയോട് ചോദിച്ചു, സ്ത്രീകളൊക്കെ ഇപ്പോൾ തന്നെ പരിപാടിക്ക് വരുവോ? സാധാരണ രാത്രി ഇശാ കഴിഞ്ഞല്ലേ അവര് വരുക? അപ്പോൾ പറഞ്ഞു, അതൊക്കെ സഅദി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. നമ്മുടെ മജ്ലിസിലെ അറബി കോളേജിൽ പഠിച്ചവരും മറ്റ് ധാരാളം സ്ഥലങ്ങളിൽ ദർസ് നടത്തിയ സമയത്തുള്ള മുതഅല്ലിമീങ്ങളും സഹോദരിമാരും എല്ലാം ഇവിടെ ഉണ്ട്. വളപട്ടണത്ത് ദർസിലെ മുദരിസായി അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് വന്ന സമയത്താണ് ഏറ്റവും വലിയ വിപ്ലവങ്ങൾ നടന്നത്. ആ കാലഘട്ടത്തിൽ അവിടെയുള്ള പ്രവർത്തകന്മാർ പലരും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. ലത്തീഫ് ഉസ്താദിന്റെ ദർസുമായി സഹകരിക്കുന്ന ആളുകളെ വളപട്ടണത്തെ കുളത്തിൽ പിടിച്ചു മുക്കിയിരുന്നു, തല പിടിച്ചിട്ട്. ഉസ്താദിന്റെ മുതഅല്ലിമീങ്ങൾക്കും തിക്താനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. SSF പ്രവർത്തകന്മാർ ഇന്ന് കാണുന്ന പ്രവർത്തനത്തിന്റെ ശീതള ഛായ അല്ല അന്ന് ഉണ്ടായിരുന്നത്. അന്ന് കഷ്ടപ്പാടുകളുടെ സംഘടനയാണ്. കഷ്ടപ്പെട്ടിട്ടാണ് ബേസിക് ഉണ്ടാക്കിയിട്ട് SSF മുന്നേറിയത്. സഹോദരിമാരും സഹോദരന്മാരും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് കേവലമായ ഭൗതിക ചമയങ്ങളല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പനയാണ് സംഘടനാ പ്രവർത്തനം. വൽതകും മിൻകും ഉമ്മത്തുൻ, ഒരു വ്യക്തിയല്ല, ഒരു സമുദായം, ഒരു ടീം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാക്കണം എന്നാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മകൾ കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുന്ന സ്വഭാവ മഹിമയുള്ളവരാകും. ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ പ്രസ്ഥാന പ്രവർത്തനത്തിന്റെ നമുക്ക് ഏറ്റവും വലിയ മാതൃക. കുഞ്ഞുമക്കളെയും യുവാക്കളെയും യുവതികളെയും എല്ലാം ചേർത്തു പിടിച്ചിട്ടാണ് തുടക്കം. അസ്റഫുൽ ഖൽഖ് തങ്ങളുടെ ആ തുടക്കത്തിന്റെ പാരമ്പര്യമാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള ഈ പ്രവർത്തനത്തിന്റെ പാതയെ. അന്ന് ലോകത്ത് ആദ്യമായി റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിച്ചത് മദീനത്തുൽ നബവിയിലെ അഹ്ലുസ്സുഫയുടെ ദർസിലാണ്. ഹോസ്റ്റൽ സംവിധാനത്തോടു കൂടിയുള്ള ആദ്യത്തെ ദർസ്.
ആ ദർസാണ് നമ്മുടെ നാടുകളിലെല്ലാം ഇസ്ലാമിക പ്രചുരങ്ങൾ നടത്തി വന്നത്. അതിലൂടെയാണ് ഗ്രാമവാസികൾ ദർസ് പഠിച്ചു വന്നത്. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ഏതു വാക്കുകളെയും ഒരു മാറ്റവും ഇല്ലാതെ അംഗീകരിക്കുന്നിടത്തേക്ക് ജീവിതം സമർപ്പിക്കാൻ സാധിച്ച അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ അതാണ് മുൻതൂക്കമായി എടുക്കേണ്ടത്. അന്യം നിന്ന് പോയിരുന്ന ദർസുകൾ പുനഃക്രമീകരിക്കപ്പെടുകയാണ്. ദർസ് പഠന മേഖലയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനം. 101ാമത്തെ വർഷത്തിലേക്ക് സമസ്തയുടെ ആയുസ് എത്തി നിൽക്കുന്ന ഈ സെന്റിനറി വർഷത്തിൽ അസൂയയോടുകൂടി മാത്രം നോക്കിക്കാണാവുന്ന ഒരു അത്ഭുത പ്രവർത്തനമാണ് നമ്മുടെ നാട്ടു ദർസ്. അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദിന്റെ അനുസ്മരണ വേദിയിൽ നമുക്കതാണ് ലഭിക്കേണ്ടത്. നാട്ടുദർസ് എന്നുള്ളത് കേവലം ഒരു ചടങ്ങല്ല. ഓരോ യൂണിറ്റിലും മസ്ജിദുകളോ മദ്രസകളോ സുന്നി സെന്ററുകളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദർസ് നടത്തണം. അതിന് സൗകര്യപ്പെടുന്ന ഇടങ്ങളില്ലെങ്കിൽ വീടുകൾ കേന്ദ്രീകരിച്ചു ദർസ് നടക്കണം. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ന് ലോകത്ത് ലഭ്യമായ 15 തരീഖത്തുകളുടെ ശൈഖാണ്. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ദർസിലെ ഒരു മുതഅല്ലിമാവുക എന്നുള്ളത് ലോകം കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുലഭ സന്ദർഭമാണ്. മലബാറിൽ കേരളത്തിന്റെ എല്ലാ ദിക്കുകളിലും ലക്ഷക്കണക്കിന് ആളുകൾ ദർസ് ഓതി പഠിക്കുകയാണ്. മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത ഒരു പുസ്തകം അത് അഭിമന്യരായ സുൽത്താനുൽ ഉലമ എഴുതിയതാണ്. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് ലഭിച്ച ഒരു മഹാപ്രപഞ്ചമാണ് ഉസ്താദ്, ഒരു പ്രസ്ഥാനമാണ് ഉസ്താദ്. ആ ഉസ്താദ് കാലികമായ ഏറ്റവും നല്ല നിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ എന്നോട് ഇന്നലെ പറഞ്ഞു, നാട്ടുദർസ് എന്ന ബുദ്ധി ആരുടേതാണ്? അത്രമാത്രം ജനകീയമായ ഹൃദ്യമായ ചേർത്തുപിടിക്കൽ അതിന് നടന്നിട്ടുണ്ട്. 30 ക്ലാസുകളാണ് നാട്ടുദർസിൽ നടക്കേണ്ടത്. 30 പാഠഭാഗങ്ങളാണ് സുൽത്താനുൽ ഉലമ എഴുതിയിട്ടുള്ളത്. 31ാമത്തെ ആ പുസ്തകത്തിന്റെ ആ കിതാബിന്റെ അവസാനത്തെ അധ്യായം, ആ കിതാബ് എഴുതിയ സുൽത്താനുൽ ഉലമയുടെ ഇജാസത്തോടു കൂടിയുള്ള 31ാമത്തെ ദർസാണ്. ആ ദർസ് 2027 ജനുവരി അവസാനത്തിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന വിശുദ്ധമായ സമസ്ത സമ്മേളനത്തിൽ വെച്ച് ശൈഖുന സമർപ്പിക്കുകയാണ്. അതിലേക്ക് വന്നു ചേരാൻ പറ്റുന്ന ആളുകളെയെല്ലാം നാട്ടുദർസിലെ അറ്റൻഡൻസ് പ്രകാരം ഓൺലൈനിൽ സ്റ്റുഡൻസ് ആയി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നാടുകളിലും നഗരങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരിമാർക്കും നാട്ടുദർസ് നടത്തി കൊടുക്കണം. സഹോദരിമാർക്ക് നടക്കുന്ന ക്ലാസുകളിൽ നാട്ടുദർസ് ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പോയാൽ സമാപന സമ്മേളനത്തിൽ ഓൺലൈനിൽ അവർക്കും ഉസ്താദിന്റെ ഇജാസത്ത് ലഭിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട സംസ്കരണ സ്വഭാവങ്ങളാണ് നാട്ടുദർസിലെ അധ്യായങ്ങൾ. ബാബുർ റഹ്മയാണ് ആദ്യത്തെ അധ്യായം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച ഹദീസിന്റെ സനദനുസരിച്ചിട്ടാണ് ശൈഖുന അത് രൂപപ്പെടുത്തിയത്. 60 വർഷത്തിലധികമായി സഹീഹുൽ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുൽത്താനുൽ ഉലമ. കേരളത്തിൽ ഉണ്ടെങ്കിൽ സഹീഹുൽ ബുഖാരി മുടക്കിയിട്ടില്ല. യാത്രകൾ വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ UAE-യിലോ ഈജിപ്തിലോ യമനിലോ ഉസ്താദ് യാത്ര ചെയ്താൽ മർക്കസിലെ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളുടെ ദർസ് മുടക്കിയിട്ടില്ല. ഓൺലൈൻ സംവിധാനത്തിലൂടെ വീഡിയോ കോൺഫറൻസിലൂടെ ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. യാത്ര ചെയ്ത് എത്ര ക്ഷീണിച്ചാലും പാതിരാക്ക് വന്ന് കിടന്നുറങ്ങിയാലും സുൽത്താനുൽ ഉലമ സഹീഹുൽ ബുഖാരിയുടെ ദർസ് മുടക്കിയില്ല. സഹീഹുൽ ബുഖാരി പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിക വീതിയിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രന്ഥമാണ്.
ശാഫിഈ മദ്ഹബ് പ്രകാരമാണ് സ്വഹീഹുൽ ബുഖാരിയുടെ രചനയെങ്കിലും സുൽത്താനുൽ ഉലമയുടെ മർകസിലെ ബുഖാരി ക്ലാസിൽ 4 മദ്ഹബും ചർച്ച ചെയ്യും. ശാഫിഈ മദ്ഹബായ വിദ്യാർത്ഥികൾക്ക് പുറമെ ഹനഫി മദ്ഹബുകാരായ വിദ്യാർത്ഥികളും മർകസിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ ഹംബലി, മാലിക്കി മദ്ഹബുകൾ കൂടി ചർച്ച ചെയ്തിട്ടാണ് ബുഖാരി മുന്നോട്ട് പോകുന്നത്. അഭിവന്യരായ ശൈഖുനാ ഉസ്താദിന് അസുഖം ബാധിച്ച് 42 ദിവസം ഹോസ്പിറ്റലിലെ ചികിത്സ കഴിഞ്ഞ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ അവിടുന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തണം എന്നുള്ളതാണ്. മഹാനായ ശൈഖുനയുടെ നിർബന്ധത്തിന് വഴങ്ങി റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെയും ബദറുസ് സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പയുടെയും അമീനു ശരീഅ സയ്യിദ് അലി ബാഫത്ത് തങ്ങളുടെയും എല്ലാം നിർദ്ദേശപ്രകാരം മർകസിലെ റിസർച്ച് വിദ്യാർത്ഥികളിൽപ്പെട്ട 11 ആളുകൾ ഒരു വാഹനത്തിൽ പോകും. ഒരു രോഗിയാണല്ലോ, മരുന്ന് കഴിക്കുന്ന നേരമാണല്ലോ എന്ന് നിശ്ചയമൊന്നും ഇല്ലാതെ സാധാരണ മർകസിലെ സ്വഹീഹുൽ ബുഖാരി ക്ലാസ് ആരംഭിക്കുന്ന 6 മണിക്ക് കൃത്യമായി ഫ്ലാറ്റിലെത്തും. അവസാനാണെങ്കിലും ഒരക്ഷരം പോലും പിഴവില്ലാതെ ഉസ്താദ് വായിക്കും. ഉസ്താദ് സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് നടക്കുന്ന വേദിയിലും മുതഅല്ലിമീങ്ങൾ വായിക്കുന്നു, ഉസ്താദ് അതിന്റെ വിശകലനം പറഞ്ഞ് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും 11 ആളുകൾ പോയിട്ട് ദർസ് ആരംഭിച്ചു. ആ ഉസ്താദ് ഇന്ന് മുമ്പുള്ളതിനേക്കാൾ ഏറെ ആവേശപൂർവവും ദൃഢതയോടെയും വ്യക്തതയോടെയും ഈ ഇസ്ലാമിക പ്രസ്ഥാനത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നു. 101ാമത്തെ വാർഷികത്തിന്റെ പതാക ഉയർത്തിയത് 100 വർഷങ്ങൾക്ക് മുമ്പ് സമ്മേളനം നടത്തി പ്രഖ്യാപിച്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചു തന്നെ നിന്നുകൊണ്ടാണ് അഭിവന്യ സുൽത്താനുൽ ഉലമ പ്രസംഗിച്ചത്. ഇന്നലെ നിങ്ങളത് കണ്ടതാണ്. ഈ ഉമ്മത്തിന്റെ ഭിന്നിപ്പിൽ അങ്ങേയറ്റം വേദനിക്കുന്നവരാണ്. ഭിന്നതയെ ഇഷ്ടപ്പെട്ടവരല്ല നമ്മുടെ നേതൃത്വം. ഭിന്നത ഇല്ലാതിരിക്കാൻ എറണാകുളം സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ SYS സ്റ്റേറ്റ് സമ്മേളന വേദി എറണാകുളത്ത് നടത്തരുത് എന്ന് ഒരു വിഭാഗം പൊളിറ്റിക്കൽ ബ്രെയിൻ ബാധിച്ച ആളുകളുടെ വാശിക്കു മുന്നിൽ സമസ്തയുടെ കോഴിക്കോട് ടൗണിലുള്ള ഓഫീസിന്റെ ഏണിപ്പടിയുടെ മേലെ ചർച്ച നടക്കുകയാണ്. ശംസുൽ ഉലമയാണ് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. താജുൽ ഉലമ എന്ന ശിഷ്യനാണ് ശംസുൽ ഉലമയുടെ വലതുവശത്തിരിക്കുന്നത്. കാന്തപുരം ഉസ്താദും നൂറുൽ ഉലമ MA ഉസ്താദും തൊട്ടടുത്തുണ്ട്. ഒരിക്കലും ഭിന്നിപ്പിന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ശൈഖുന എന്ന് പറഞ്ഞുകൊണ്ട് താജുൽ ഉലമ എന്ന പ്രിയപ്പെട്ട ശിഷ്യൻ വർഷങ്ങളായി സമസ്തയുടെ മുഷാവറ മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് ശംസുൽ ഉലമയെ രാഷ്ട്രീയക്കാർ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഒഴിവാതി ബഹിഷ്കരിക്കും എന്ന ദുരന്തം വന്നപ്പോൾ സമസ്തയുടെ കേരളത്തിലെ ആദ്യത്തെ അറബി കോളേജായ പട്ടിക്കാട് കോളേജിലെ മാനേജ്മെന്റിനോട് സംസാരിക്കുവാൻ കണ്ണിയത്ത് ഉസ്താദ് നിർദ്ദേശിച്ച 3 ആളുകളിൽ ഒന്ന് താജുൽ ഉലമയാണ്, ഒന്ന് MA ഉസ്താദാണ്. അവരടക്കമുള്ള 3 ആളുകൾ പോയിട്ടാണ് ശംസുൽ ഉലമയ്ക്ക് വേണ്ടി വാദിച്ചത്. എന്നിട്ടും ആ രാഷ്ട്രീയക്കാർ ശംസുൽ ഉലമയെ അവിടുന്ന് പുറത്താക്കി. അവസാനം ശംസുൽ ഉലമ ഒരു ദർസിലെത്തിയപ്പോൾ ആ ദർസിന്റെ സംരക്ഷണവും താജുൽ ഉലമയാണ് ഏറ്റെടുത്തത്. അങ്ങനെ അഭിവന്യ സ്നേഹം വെച്ച് പുലർത്തിയ ആ അരുമ ശിഷ്യൻ കാന്തപുരം ഉസ്താദും MA ഉസ്താദും ഒന്നിച്ചുണ്ടായിട്ട് കൂടി ശംസുൽ ഉലമയോട് പറയാണ്, ഉസ്താദേ, നിങ്ങൾ എന്തു തീരുമാനം പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ആ ബിൽഡിങ്ങിന്റെ ഏണിപ്പടിയുടെ താഴെ രാഷ്ട്രീയ കോമരം ബാധിച്ചവർ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. MDP എന്ന സംഘടന ഉണ്ടാക്കിയ രാഷ്ട്രീയ മുസ്ലിയാക്കന്മാരും താഴെയുണ്ട്. പോലീസിന്റെ ആളുകൾ വന്നിട്ട് ലാത്തി വീശാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് വർത്തമാനം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫത്തി തങ്ങളെയാണ് ശംസുൽ ഉലമ താഴോട്ടേക്ക് പറഞ്ഞയച്ചത്.
ആ സമയത്ത് അഭിവന്യരായ താജുൽ ഉലമ ശംസുൽ ഉലമയോട് പറയാണ്, ഉസ്താദേ, നിങ്ങൾ പറയൂ, തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാം. എന്തു തീരുമാനമാണ് ശംസുൽ ഉലമ പറയുക എന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും. ഭിന്നിപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, വേദനയാ. സമസ്തയുടെ ഭിന്നിപ്പ് ഇനി ജീവിതത്തിൽ മറ്റൊരു ഭിന്നിപ്പിന് ഞങ്ങളെ സാക്ഷിയാക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നിന്ന് വളരെ വേദനയോട് വന്ന മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് വളപട്ടണം കക്കുളങ്ങര മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഭിവന്യരായ മുറബ്ബി സാദാത്ത് ബഹുമാനപ്പെട്ട അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ മഖ്ബറയിൽ പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭിന്നിപ്പ് പേടിയാണ്. അതാണ് മഹാനായ കാന്തപുരം ഉസ്താദ് അന്ന് ശംസുൽ ഉലമയോട് പോയി പറഞ്ഞതാണ്, നിങ്ങൾ ഭിന്നിപ്പിന് വാശി പിടിക്കല്ല, ഭിന്നിപ്പ് ഈ ഉമ്മത്തിന് നഷ്ടമാണ്. പക്ഷേ ഒറ്റപ്പെടുത്തി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഭിന്നിപ്പിച്ച് ഒരു വിഭാഗം ആലിമീങ്ങളെ തെരുവിലിറക്കിയപ്പോ, കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞപ്പോ, അന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ ശക്തി പകർന്നുകൊണ്ടാണ് പിന്നീട് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ വളർച്ച ഈ ലോകം കണ്ടത്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുവാൻ രാഷ്ട്രീയക്കാരന്റെ സമ്മതം വേണമെന്ന് പേടിപ്പിച്ചവ സുൽത്താനുൽ ഉലമ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റിനോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും വർത്തമാനം പറയുന്നത് കണ്ടിട്ട് അന്താളിച്ചു നിൽക്കുകയാണ്. ഈ രാജ്യത്തിലുള്ള മുസ്ലിം പൗരന്മാരുടെ പൗരത്വ വിഷയത്തിൽ NRC സമ്മേളനങ്ങൾ നടന്നപ്പോ പ്രതിഷേധ വേദികളിലെല്ലാം ഭരിച്ചിരുന്ന സർക്കാരിന് ആവശ്യമുള്ള പ്രഭാഷണം സുൽത്താനുൽ ഉലമയുടേതാണ്. ആ സുൽത്താനുൽ ഉലമയുടെ കൂടെ, നൂറുൽ ഉലമയുടെ കൂടെ, താജുൽ ഉലമയുടെ കൂടെ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൂടെ ഒത്തൊരുമിച്ച് നിന്ന് കൻസുൽ ഉലമയുടെ കൂടെ ചേർന്ന് നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, SSF-ന് വേണ്ടി, SYS-ന് വേണ്ടി, മുസ്ലിം ജമാഅത്തിന് വേണ്ടി, സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന മെലിഞ്ഞു നീളം വെച്ച ഒരു മനുഷ്യനെയാണ് നാം ഇവിടെ അനുസ്മരിപ്പിക്കുന്നത്. സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പോലീസയാണ് നാം അത് മനസ്സിലാക്കേണ്ടത്. താജുൽ ഉലമ ഉള്ളാളും തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ധാരാളം ആളുകൾക്ക് അഭിവൃദ്ധി ലഭിച്ചിട്ടുണ്ട്. സുൽത്താനുൽ ഉലമയുടെ ദുആ കൊണ്ട് ധാരാളം ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അഭിമന്യരായ നൂറുൽ ഉലമയും കൻസുൽ ഉലമയും താജുൽ ശരീഅയും താജുൽ ഫഖഹാഉം സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളും ഖലീൽ ബുഖാരി തങ്ങളടക്കം എല്ലാവരും അഭിമന്യരായ കൂറത്ത് തങ്ങളുമെല്ലാം ദുആ ചെയ്ത് നമുക്ക് ഇജാബത്ത് വാങ്ങി തന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇതൊരു ബിസിനസ് ആക്കി അവരുടെ വീട്ടിലിരിക്കാമായിരുന്നു. പക്ഷെ അവർ ഓടുകയായിരുന്നു. ആ ഓട്ടത്തിന് പിന്നിൽ ഒരു കുട്ടിയെ പോലെ ഒന്നിച്ചു പായുകയായിരുന്നു പഴശ്ശി ഉസ്താദ്. SSF എന്ന സംഘടനയുടെ പ്രവർത്തന പാതയെ നാം മറക്കരുത്. ഭൗതികമായ അഭിവൃദ്ധികൾ ലഭിച്ച കാലത്ത് കല്ലേറ് കൊള്ളാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് നമുക്കിപ്പോ. കല്ലേറ് കൊണ്ടപ്പോഴും പട്ടിണി കിട്ടപ്പോഴും മദ്രസ ജോലിയിൽ നമ്മളെ പിരിച്ചുവിട്ടപ്പോഴും നമ്മുടെ പെൺമക്കളുടെ പുതിയാപ്പിളമാരുടെ കല്യാണം മുടക്കിയപ്പോഴും വീട് വിറ്റ് നാടുമാറാൻ പോലും ബ്രോക്കർമാരെ അനുവദിക്കാതിരുന്നപ്പോഴും കഞ്ഞി കുടിച്ച് മാത്രം വീട്ടിൽ പഴയ പയറ് വറുത്തു മക്കൾക്ക് കൊടുത്ത മുഅല്ലിമീങ്ങൾ, കഷ്ടപ്പെട്ട ഈ പ്രസ്ഥാനം അതിന്റെ മുന്നിൽ നിന്ന് ഓടി വരാനും ലത്തീഫ് സഅദി ഉസ്താദ് ഉണ്ടല്ലോ എന്ന് കരുതി പാഞ്ഞു വരാനും ഈ ഭാഗത്ത് ആ സമയത്ത് നടന്നിരുന്ന പല വർഗീയ സംഘടനകളുടെ മുന്നിലും തീപ്പാറുന്ന ടയറുകൾക്ക് മുന്നിൽ നിന്ന് ഈ ഉമ്മത്തിന് വർത്തമാനം പറയാൻ പോകാൻ കളരി അഭ്യാസമോ കറാട്ടയോ പഠിച്ചതിന്റെ ബെൽറ്റുകൾ ഉണ്ടായതുകൊണ്ടല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സർവം സമർപ്പിച്ച സ്വഹാബ ഖൽബിലേക്ക് വന്നതുകൊണ്ടാണ്. പതിരാ നേരത്ത് വന്നിരുന്ന വാപ്പയെ മക്കൾ അനുഭവിച്ചിട്ടില്ല. മക്കളുടെ ജീവിതത്തിൽ അഹ്ലുസുന്നത്ത് പുറത്തുനിന്ന് കൊടുത്തിട്ടില്ല. ഈ വാപ്പ
ഈ വാപ്പയുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങൾ വലുതായിരുന്നു. ആ ത്യാഗം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ചിരിക്കാനാണ് ലത്തീഫ് സൈദി ഉസ്താദ് ശ്രമിച്ചത്. അപ്പോഴും ആ വീട്ടിന്റെ വാതുക്കലേക്ക് വന്നു ചേർന്ന പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ് ശ്രമിച്ചത്. തന്റെ ജീവിതത്തിന്റെ ബാധ്യതകൾ അള്ളാഹുവിൽ ഏൽപ്പിച്ചു പോവുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മക്കളെല്ലാം ദീനിന്റെ വഴിയിലാണ്. അവിടുത്തെ പെൺമക്കളുടെ ഭർത്താക്കന്മാർ ദീനിന്റെ വഴിയിലാണ്. അവരുടെ ഭാര്യ അറ്റത്തെ ത്യാഗം സഹിച്ച മഹതിയാണ്. ഇടമങ്ങ് ചേർന്ന സഹോദരിമാർ, നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും നിങ്ങൾ അഭിലഷിക്കേണ്ടതും ആ ഉമ്മയുടെ പൊരുത്തമാണ്. ലത്തീഫ് സൈദി ഉസ്താദിന്റെ ഭാര്യയെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ വിട പറഞ്ഞു പോകാൻ പാടുള്ളൂ. കഷ്ടപ്പെട്ടു വരുന്ന ഭർത്താവിനെ ആലിംഗനം ചെയ്ത് ഉറങ്ങാൻ സമ്മതിച്ചത് ആ ഭാര്യ. പാതിരാക്ക് വരുമ്പോൾ കൈകളിൽ എന്താണുള്ളത് എന്ന് ചോദിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മക്കളെ പോറ്റി വളർത്തിയത് ആ ഭാര്യ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച നേരത്ത് ഹാജറ ബീവിയെ മക്കത്തുൽ മുക്കറമയിലേക്ക് കൊണ്ടുചെന്നാക്കിയപ്പോ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാപ്പയുടെ ത്യാഗം പഠിപ്പിച്ചു കൊടുത്തത് ഹാജറ ബീവിയാണ്. ഭർത്താവ് സ്വാലിഹായതുകൊണ്ട് മാത്രം മക്കൾ സ്വാലിഹാവുകയില്ല. ഭാര്യ കൂടി സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ പെട്ടാലേ മക്കൾ സ്വാലിഹീങ്ങളാവുകയുള്ളൂ. ജീവിതത്തിന്റെ വഴികളിൽ ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇങ്ങോട്ടേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഒരു ബിൽഡിംഗ് കണ്ടു. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വലിയ സമ്പന്നയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു സാദത്ത് നൽകട്ടെ. ശിഷ്യന്മാർ ഇത് ഗൾഫിൽ നിന്ന് കേൾക്കുന്നുണ്ടാകും. അവരോട് ഞാൻ പറയട്ടെ, ഈ വർഷത്തെ ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധമായി നിങ്ങൾ ശ്രമിക്കേണ്ടത് ഒരു മടിയും ഉണ്ടാകാൻ പാടില്ല. ലത്തീഫ് സൈദി ഉസ്താദാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായും ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണം. സഹോദരിമാർ, ഒരു അരപ്പവൻ വള കണ്ടാ മതി. ഇപ്പൊ സ്വർണത്തിന് വില കൂടാൻ പല കാരണങ്ങളാണുള്ളത്. സ്വർണത്തിന് വില കൂടി എന്ന് കരുതി പേടിക്കുന്നില്ല ആരും. സ്വർണത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ട്. വില കൂടിയത് കൊണ്ട് ഒരു ജ്വല്ലറിയും അടച്ചു പൂട്ടിയിട്ടില്ല. 22 കാരറ്റും 18 കാരറ്റും ഉണ്ട്. വെള്ളിമതി മഹറിനി എന്ന് പറയുന്നത് പ്രസംഗത്തിൽ എളുപ്പമാണെങ്കിലും ഇപ്പോഴും സ്വർണത്തിൽ തന്നെയാണ് കളി. വില കൂടിയതും കുറഞ്ഞതും 200 ഉറുപ്പികയാണ്. അതൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അല്ലാഹുവിന്റെ ലത്തീഫ് സൈദി ഉസ്താദിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി തയ്യാറാകണം. ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകാൻ കുറഞ്ഞ സംഖ്യ ആവശ്യമുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് വാഗ്ദാനം ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു വള ഉരുക. 10,000-കണക്കിന് സ്ത്രീകളുടെ വളയും കാതിലയും മാലയും വാങ്ങിക്കൊണ്ടാണ് ഉസ്താദ് ഈ പ്രസ്ഥാനം നടത്തിയത്. ഉസ്താദ് നടത്തിയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രോജ്വലത കാണാൻ ഉളിയിൽ മജ്‌ലിസിൽ പോകണം. ഓലമേന ബിൽഡിങ്ങിലാണ് അറബി കോളേജ് തുടങ്ങിയത്. ആ സ്ഥാപനം ഇന്ന് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാപനമായി തലയുയർത്തി നിൽക്കുകയാണ്. ഉസ്താദിന്റെ ത്യാഗം ഒരുപാട് അതിന്റെ ബാക്കിലുണ്ട്. ബഹുമാനപ്പെട്ട മഖ്ദൂമി ബാവ ഉസ്താദ് അടക്കം അതിന്റെ ആസൂത്രകന്മാരുടെ ത്യാഗങ്ങൾ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. അബ്ദുൾ റഷീദ് ദാരിമി ഉസ്താദിനെ പോലെ, അസീസ് വെളിയമ്പറയെ പോലെ പല പ്രവർത്തകരും അതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാഹ് ഈ മേഖലയിലെ CBSE അഫിലിയേറ്റഡ് സ്കൂൾ നമ്മുടെ ഉളിയിൽ മജ്‌ലിസ് അതിൽപ്പെട്ടതാണ്. അത് നിലനിന്ന് കൊണ്ടുപോകുന്നത് ഉസ്താദിന് കൂടി ഖബറിലെ വലിയൊരു സന്തോഷമാണ്. പക്ഷെ ഉസ്താദ് സ്വന്തം നാട്ടിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന് വേണ്ടി ഉസ്താദിന്റെ മകൻ ഗൾഫിൽ ഇങ്ങനെ നാട്ടിലും ഗൾഫിലുമായി കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ പലപ്പോഴും വിദേശത്ത് കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും വളരെ സൗമ്യമായും സൈലന്റായുമാണ് പ്രവർത്തനം ഉണ്ടാവുക. കഴിയുന്നത്ര ഞങ്ങൾ പലരോടും പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സദസ്സിന്റെ ഈ സമ്മേളനത്തിന്റെ ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ എല്ലാ പെൺകുട്ടികളും ഉസ്താദിന്റെ പേരിലേക്ക് ഒരു സംഭാവന ചെയ്യണം. ഇവിടെ സദസ്സിൽ ഞാൻ പിരിവെടുക്കുന്നില്ല. നിങ്ങൾ ഇവിടെ വന്നു ചേർന്നത് ലത്തീഫ് സൈദി ഉസ്താദിനോടുള്ള പ്രിയം കൊണ്ടാണോ,
അതല്ല ഒരു ഗെറ്റ് ടുഗദർ പോലെ നിങ്ങളോട് കൂടെ പഠിച്ചവരെ കാണാനാണോ? അവിടെയാണ് നിങ്ങളുടെ നീയത്തിനെ കൃത്യമാക്കേണ്ടത്. ലത്തീഫ് സൈദി ഉസ്താദിനോടുള്ള മഹബത്ത് കൊണ്ട് വന്നതാണ് എങ്കിൽ ഉസ്താദിന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ തുടങ്ങണം നമ്മുടെ പണികൾ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് 23-ാമത്തെ വയസ്സിലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പാഠപുസ്തക കമ്മിറ്റിയുടെ മെമ്പറായി ചേരുന്നത്. താരീഖ് ഡിപ്പാർട്ട്മെന്റിൽ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന ഗ്രന്ഥം എഴുതിയത് എം.എ. ഉസ്താദ. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്ന് പഴയ ട്രെയിൻ, ഇപ്പോഴത്തെ സൂപ്പർ ഫാസ്റ്റ് അല്ല, കൽക്കരി ട്രെയിനിൽ കയറി കരിപിടിച്ച കുപ്പായത്തെയാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പലപ്പോഴും അന്ന് യാത്രക്കാർ ഇറങ്ങുക. അങ്ങനെ അബ്ദുൽ ബാരി ഉസ്താദിന്റെ വാളക്കുളത്ത് പോയി കത്തുകൾക്ക് മറുപടി എഴുതി പുതിയ കത്തുകൾ തയ്യാറാക്കി ദീനീ പ്രവർത്തനത്തിന് കഷ്ടപ്പെട്ട ആളാണ് നൂറുൽ ഉലമ. താജുൽ ഉലമയും അതുപോലെ തന്നെ വലിയ ഒരു മന്ത്രിക്കുന്ന ആളായിട്ട് മാറുകയാണെങ്കിൽ അത് മതിയായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തുള്ള ദീൻ നിലനിൽക്കണമെന്ന വാശി കൊണ്ട് താജുൽ ഉലമയും ത്യാഗം ചെയ്തവരാ. ജയിലുകളിലും ആക്ഷേപങ്ങളിലും അടക്കപ്പെട്ടിട്ടും പുഞ്ചിരി മായാതെ ഇപ്പോഴും നമുക്ക് നേതൃത്വം നൽകുന്ന 50 വർഷം സമസ്തയുടെ പ്രവർത്തനത്തിൽ തുടർച്ചയായി പൂർത്തിയാക്കിയ പാവങ്ങളുടെ അത്താളിയായ സുൽത്താനുൽ ഉലമ ഉസ്താദ്, ഇവരെല്ലാം സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നവരാണ്. നാം ജീവിക്കുന്ന നമ്മുടെ യൂണിറ്റുകളിൽ ആക്റ്റീവ് ആക്കണം. നേരത്തെ ഞാൻ പരാമർശിച്ച നാട്ടുദറസ് സംവിധാനം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉസ്താദിന്റെ ശിഷ്യന്മാർ ഓരോരുത്തരും ശ്രദ്ധിക്കണം. സാഹിത്യോത്സവം നടക്കുന്ന നേരമാണ്, സെന്റിനറിയുടെ വ്യത്യസ്ത വർക്കുകൾ നടക്കുന്ന നേരമാണ്. മുഖ്തസർ കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ സമസ്തയുടെ സമ്മേളന രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ സമാപന വേദിയിൽ പ്രവേശനമുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഗാലറിയിൽ നിന്ന് കളി കാണാം. നമ്മൾ അതിന്റെ ആളുകളായി മാറണം. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഗാംഭീര്യം കൊണ്ട് ഈ ഉമ്മത്ത് രക്ഷപ്പെടണം. നാം ഹിദായത്തിലേക്ക് വന്നതുപോലെ പുതിയ ഒരു തലമുറ ഹിദായത്തിലേക്ക് എത്തണം. യൂണിറ്റുകളിൽ SSFന്റെ പ്രവർത്തനം നിലച്ചു പോയാൽ ഭാവിയിൽ ദീൻ നഷ്ടപ്പെട്ടു പോകും. മുസ്ലിം ജമാഅത്തിന്റെയും SYS പ്രവർത്തകരെക്കാൾ ഏറെ യൂണിറ്റ് തലങ്ങളിൽ ഉണ്ടാക്കിക്കേറേണ്ടത് അഭിവന്യരായ SSF എന്ന പ്രവർത്തനം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദിന്റെ ജീവിതം അനുസ്മരിക്കേണ്ടത് ഏതു ഭാഗം കൊണ്ടാണെന്ന് പോലും നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് നമ്മളോട് പറയും, വകുല്ലൻ നഖ്സു അലൈക മിൻ അംബാഇ റുസുൽ. അനുസ്മരണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അനുസ്മരണം ഒരു സ്വാലിഹായ അമലാണ്. അത് അമ്പിയാക്കളുടെ അനുസ്മരണങ്ങൾ പരിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ആദരവായ നബി തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് യാത്രയിൽ പൂർവകാലത്തുള്ള അമ്പിയാക്കളുടെ ലൈവായ കാര്യങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അമ്പിയാക്കളുടെ മൗലൂദുകൾ ധാരാളമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഔലിയാക്കന്മാരുടെയും ഉലമാക്കളുടെയും ദീനീ പ്രവർത്തകരുടെയും ത്യാഗങ്ങളെ അനുസ്മരിക്കുന്നത്? മാനുസബ്ബിതു ബിഹി ഫുആദ്, നിങ്ങളുടെ ഹൃദയത്തിന് നല്ല സ്ഥൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ അനുസ്മരണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അൽ ഹഖ്, യഥാർത്ഥ ദീനാണ് ഇത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കഷ്ടപ്പാടുകൾ സഹിക്കാതെ മഹല്ലിലെ ഖതീബോ മുദ്രിസോ മാത്രമായി ലത്തീഫ് ഉസ്താദ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കടബാധ്യതകളില്ലാതെ സുഖലോലുപതയിൽ ജീവിക്കാമായിരുന്നു. വെറുപ്പിക്കേണ്ട ആളുകളുണ്ട്, പക്ഷെ അവരോട് വെറുപ്പ് കാണിക്കാതെ പോലീസ് ചെയ്ത് പുഞ്ചിരിച്ചാൽ ദീനി നഷ്ടപ്പെട്ടു പോകും. ഉസ്താദിന് അതിനാവശ്യമുള്ള സഹായം ഭൗതികമായിട്ട് കിട്ടുകയും ചെയ്യും.
അതെല്ലാം വിചാരിച്ചുകൊണ്ട് അബ്ദുൽ ലത്തീഫ് ഉസ്താദ് പോകാനുള്ള കാരണം ഒന്നാമത്തത് അൽ ഹഖ്, ഇത് ദീനാണ്. രണ്ടാമത്തത് വമൗഇദത്തുൻ, ഈ അനുസ്മരണത്തിൽ സദുപദേശം ഉണ്ടാകണം. ആ സദുപദേശമാണ് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വന്നത്. വസിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഇതിനെ കൊണ്ട് നല്ല പ്രചോദനം ഉണ്ടാകണം. ഒരു അനുസ്മരണ വേദി അതാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പറയാണ്, ഒരു വിഭാഗം ആളുകൾ അവർ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണ്. അത് കേവലം ഒരു മൊഴിയലല്ല, അത് ഹൃദയത്തിൽ ഉണ്ടായി വന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോൾ ഹൃദയത്തിന്റെ ഭാഗങ്ങളിലും ശരീരത്തിലെ ഞരമ്പുകളിലും ഒരു പ്രത്യേകമായ ഉന്മേഷം ലഭിക്കണമെന്നുള്ളതാണ്. നാവ് കൊണ്ട് മാത്രം അധര വ്യായാമം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഖൽബിൽ തന്നെ അത് ചേരണമെങ്കിൽ ഹഖ് ആണ് ഈ ദീൻ എന്ന ബോധ്യം ഖൽബിൽ ഉണ്ടാകണം. അത് ഉണ്ടായാൽ മാത്രം പോരാ, സുമ്മസ്തഖാമു, പിന്നെ ആ കാര്യത്തിൽ സ്ഥൈര്യമായി നിൽക്കണം. ബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം, കടമാണ് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായേക്കാം, ബാധ്യത ഉണ്ടാക്കി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ബാധ്യത ഏറ്റെടുത്ത മനുഷ്യൻ തഹ്മലുൽ കല്ല, ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കണമെന്ന മുത്തുനബിയുടെ റോൾ മോഡലായി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസങ്ങളെ ഏറ്റെടുത്തപ്പോ ഒരു ഭൗതികന്റെ മുന്നിലും കരഞ്ഞില്ല. ആദിരാക്ക് റബ്ബിനോട് കരഞ്ഞിട്ടാണ് പാവങ്ങൾക്ക് വേണ്ടി ലത്തീഫ് സഅദി ഉസ്താദ് പണിയെടുത്തത്. സ്വാഭാവികമായും ലത്തീഫ് ഉസ്താദിന്റെ ജീവിതത്തിൽ വന്ന ഓരോ പ്രതിസന്ധികളും സുമ്മസ്തഖാമു എന്ന ഇസ്തിഖാമത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ആ ഇസ്തിഖാമത്തുള്ള വ്യക്തികൾക്ക് മരണസമയത്ത് ജിബ്രീലിന്റെ സാന്നിധ്യം കിട്ടുമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ആ മയ്യത്തിന് കടബാധ്യതയുണ്ട്. സ്വഹാബ പറഞ്ഞു, തങ്ങളെ മയ്യത്തിന് കടബാധ്യതയുണ്ട്. മുത്തുനബി ആ കടബാധ്യതയുള്ള മയ്യത്തിന് നിസ്കരിക്കാതിരുന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുറച്ച് ദിർഹം, 3000 ദിർഹം കൊണ്ടുവന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, കടം വീട്ടിക്കള തങ്ങളെ. എല്ലാവരുടെ കടങ്ങളും വീട്ട് മയ്യത്ത് നിസ്കാരം നടന്നു. ആ കടം ഏറ്റെടുക്കുവാൻ വേണ്ടി സുൽത്താനുൽ ഉലമ മുന്നിൽ നിന്നില്ലേ? ഹബീബായ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ഇദ്ദേഹം ചെയ്ത സൽക്കർമ്മം എന്താണ്? കടമില്ലാതെ ഖബറിലേക്ക് പോകാൻ ചെയ്ത സൽക്കർമ്മം എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ദിവസവും 100 തവണയിൽ കുറയാതെ അദ്ദേഹം ഓതുമായിരുന്നു. കയ്യിൽ തസ്ബീഹുമായുള്ളപ്പോഴാണ് പാവപ്പെട്ടവന്റെ ഫോൺ കേട്ടത്. പ്രയാസപ്പെട്ട് യാത്ര ചെയ്തപ്പോഴാണ് പാവപ്പെട്ടവന്റെ സങ്കടം കേട്ടത്. ആ പാവങ്ങൾ ദുആ ചെയ്യൂലേ, ഞങ്ങളുടെ രക്ഷ നൽകണമെന്ന് കരയാത്ത ഒരു പെണ്ണുമില്ലെന്നാണ് കേൾക്കുന്നത്. വിവാഹ വീട്ടിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നറിയാതെ പുതുതാരി കരയുമ്പോ കല്യാണത്തിന്റെ തലേന്ന് വാപ്പയുടെ കയ്യിൽ സ്വർണം കൊണ്ടുകൊടുക്കുകയാണ്. സ്വർണ്ണ വ്യാപാരിയല്ലാത്ത ലത്തീഫ് സഅദി ഉസ്താദ്. ആ ദിവസത്തെ ആ പെണ്ണിന്റെ ദുആ എന്തുമാത്രം വലുതായിരിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ച ആ മഹാമനീഷിയെ അല്ലാഹു ജിബ്രീലിനെ അയച്ചു. തനസ്സലു അലൈഹിമുൽ മലായിക, മരണനേരത്തെ മലക്കുകൾ വന്നു. അത് AKGയിലെ ഹോസ്പിറ്റലിന്റെ ഒരു റൂമിലെ ബെറ്റിലായിരിക്കും വന്നിട്ടുണ്ടാകുക. മക്കളെ ഓർത്തിട്ടുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടി കരഞ്ഞ വാപ്പയല്ലേ? മക്കളെ മാറ്റി നിർത്തിയതോ കുടുംബത്തെ മാറ്റി നിർത്തിയതോ നാട്ടുകാരെ മാറ്റി നിർത്തിയ ഒരു നേതാവല്ലാതെ, ഹിമാലയത്തിൽ പോയി സുഖിച്ച നേതാവല്ലാതെ, വീട്ടിൽ എന്താണെന്ന് സ്വബിഹിക്ക് സമരഗീതയിലേക്ക് പോയത്. ആ ഉസ്താദിനോട് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ലത്തീഫ് സഅദി എന്ന അടിമയെ നിങ്ങൾ പേടിക്കല്ല, സങ്കടപ്പെടല്ല. നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ മലക്കുകൾ നോക്കാം നിങ്ങളുടെ കുടുംബത്തിനെ, ഞങ്ങൾ നോക്കാം നിങ്ങളുടെ ഏറ്റെടുത്ത ബാധ്യതകളെ. ബാധ്യത തീർന്നു പോയില്ലേ? ആർക്ക് ലഭിക്കും ഈ മഹാഭാഗ്യം? പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കടം വാങ്ങുന്നത് തെറ്റല്ല, പക്ഷെ കടം വാങ്ങുന്നത് ആവശ്യത്തിന്
ആവശ്യത്തിനായിരിക്കണം. ആവശ്യമില്ലാത്ത ദൂർത്തിന് വേണ്ടി കടം വാങ്ങിയാൽ പ്രശ്നമാകും, അല്ല കൈവിട്ട് കളയും. അല്ലാഹു എന്ന് പറഞ്ഞതുകൊണ്ട് റബ്ബിനോട് തന്നെ കരയണം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്നേഹം സമ്പാദിക്കണം. മഹാനായ സുൽത്താനുൽ ഉലമ ഇപ്പോഴും ഈ തൊട്ടടുത്ത മാസങ്ങളിൽ ഒരിക്കൽ ലത്തീഫ സൈദി ഉസ്താദിനെ പറയുമ്പോൾ കരയും. സുൽത്താനുൽ ഉലമക്ക് ലത്തീഫ സൈദി ഉസ്താദ് സുൽത്താനുൽ ഉലമക്ക് ഒരു കാറ് വാങ്ങിക്കൊടുക്കാനോ വീടുണ്ടാക്കി കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല. ആ അഭിമന്യ ഗുരുവിന്റെ കൽവിൽ സ്ഥാനം വാങ്ങിയ ആളാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഉസ്താദ് ഇവിടത്തേക്ക് പറന്നെത്തിയത്. വ്യത്യസ്തമായി ഏറ്റെടുത്ത പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ടാണ് വന്നത്. മക്കളെ ചേർത്ത് പിടിച്ചിട്ടാണ് ആശ്വാസം പറഞ്ഞത്. പ്രിയപ്പെട്ട പേരോട് ഉസ്താദ് അത് ഏറ്റെടുത്ത് മുന്നിൽ നിന്നപ്പോൾ ലത്തീഫ് സൈദി ഉസ്താദിന്റെ ഖബർ വളരെ സന്തോഷത്തിലായി. ഖബർ നിർണയിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അവിടെ സ്ഥലമില്ലെന്ന് കണ്ടതാണ്. മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ലത്തീഫ് സൈദി ഉസ്താദ് അവിടെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വാപ്പാനെയും എളാപ്പാനെയും കുടുംബങ്ങളുടെ ഖബറിന്റെ അടുത്തു തന്നെ സ്ഥാനം കിട്ടി. സ്വാലിഹീങ്ങളുടെ മഗത് കിട്ടുന്നു കുടുംബക്കാരുടെ കൂടെ. ആ നിലയിൽ ഭൗതികമായ വിജയവും പാരത്രിക വിജയവും നേടിയെന്ന് നമുക്ക് നല്ല ഉറപ്പുള്ള നേരത്താണ് ഉസ്താദ് ഉള്ളത്. ആ ഉസ്താദിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പേരോട് ഉസ്താദിനെ പോലെ ത്യാഗം ചെയ്തവരാണ് ഇവരൊക്കെ. പേരോട് ഉസ്താദ് SSF എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ത്യാഗം പോലെ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടാവില്ല. അന്ന് റിസാല 1.4 ഗണത്തിലുള്ള ചെറിയ പുസ്തകമാണ്. ആ പുസ്തകം പുല്ലൂക്കരയിലെ മുത്തഅല്ലിമായ പേരോട് ഉസ്താദ് പിന്നെ മർക്കസിലെ മുത്തഅല്ലിമായപ്പോ കോഴിക്കോട് നിന്ന് വരുമ്പോ റിസാലയുടെ കെട്ടുകളെടുത്ത് ബസ്സിലാണ് ഇങ്ങോട്ടേക്ക് വയലിന് വരുത്തത്. ഞങ്ങളെപ്പോലെ ചെറിയ വോളണ്ടിയർമാർ പോയി ആ പുസ്തകം എടുത്തിട്ട് വയലിന്റെ സദസ്സിൽ വിറ്റിട്ടാണെന്ന് റിസാലയുടെ കച്ചവടം ഉറപ്പിച്ചത്. പേരോട് ഉസ്താദ് തന്നെ ഒരിക്കൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നപ്പോ ഞാനും അസ്റഫ് മന്നയും അവിടെ കാത്തിരുന്നു. കുറെ കെട്ടുകളുണ്ട് റിസാലയുടെ. അന്ന് ഉസ്താദിന് ഒരു ദിവസം 2-3 വയലുണ്ടാകും. അത് തലയിൽ വെച്ചിട്ടാണ് പേരോട് ഉസ്താദ് ഞങ്ങളുടെ കൂടെ നടന്നത്. പ്രിയപ്പെട്ടവരെ, ഇവരാരും സുഖിക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിൽ വന്നവരല്ല. SSFൽ ശക്തമായ മുന്നേറ്റത്തോടെ പ്രവർത്തിച്ച ഒരാളും കള്ളത്തരീക്കത്തിൽ പോവുകയില്ല. ചിലപ്പോൾ നമ്മുടെ വേദികളിൽ പ്രസംഗിച്ച് നമ്മുടെ ടീയെ വാങ്ങി ഭക്ഷണം കഴിച്ച് പോയവർ ഇപ്പോൾ നമ്മുടെ നേതാക്കളെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവർ ഒരു SSFൽ പ്രവർത്തിച്ചവരല്ല. സംഘടനയുടെ ക്യാമ്പിൽ അവർ വന്നിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും യൂണിറ്റിൽ നിന്ന് ഗൾഫിൽ പോകാൻ SSFന്റെ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പരിചയമുള്ള ഒരു LDF-കാരൻ SSFന്റെ മെമ്പർഷിപ്പ് സമ്പാദിച്ചിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഏതെങ്കിലും മെമ്പർഷിപ്പ് വാങ്ങിയിട്ടുണ്ടാകാം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവർ ഉറക്കം ഒഴിച്ചിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവർ ത്യാഗം പറഞ്ഞിട്ടില്ല. ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടി കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനത്തിന് ചെയ്ത ഏറ്റവും വലിയ ത്യാഗമാണ് കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദ. ഇന്ന് അവിടെ സുന്നികളുടെ നാടാണ്. മഹാനായ സൈഫുൽ ഇസ്ലാം EK ഹസൻ മുസ്ലിയാർ വഫാത്തായപ്പോൾ കുറ്റ്യാടിയിലെ കടകളിലും വീടുകളിലും മുട്ടായി വിതരണം ചെയ്ത് സന്തോഷിച്ച വഹാബിയുടെ നാട്ടിലാണ്. ഇന്ന് വഹാബിയുടെ മരുന്ന് പോലും ഇല്ലാത്തിടത്തേക്ക് ആ പ്രസ്ഥാനത്തിനെ, ആ മഹലിനെ ചുറ്റുപാട് ഒരുപാട് മഹലുകളെ ഏറ്റെടുക്കാൻ പേരോട് ഉസ്താദിന് സാധിച്ചത് അവിടുന്ന് SSFന്റെ കർമ്മധീരനായ നേതാവായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഔലിയാക്കന്മാരുടെ പ്രസ്ഥാനമാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ പ്രസ്ഥാനത്തെ 2ാം നമ്പറായി കാണരുത്. 1ാം നമ്പർ പ്രസ്ഥാനം തന്നെ. നമ്മുടെ സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ SSFനെ പറഞ്ഞു കൊടുക്കണം. കാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. ലത്തീഫ് ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോ അവരുടെ ഇടയിൽ ഈമാൻ വർദ്ധിക്കണം. കോളേജുകളിലല്ല, +2 സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും നാടുവിട്ടതാണ് ഇന്നത്തെ വാർത്ത. വയനാട്ടിൽ കാട്ടിൽ പോയി താമസിക്കാൻ ടാർപോളിനും ഭക്ഷണ സാധനവും തയ്യാറാക്കിയ പെൺകുട്ടിയും 2 ആൺകുട്ടികളും. നോക്കണേ, നമ്മുടെ വീട്ടിലും വളരുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി നാടുവിട്ടത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഷെയർ ചെയ്തിട്ട് ആനന്ദിക്കണ്ട. അവനവന്റെ വീട്ടിന്റെ ലോക്ക് ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചിട്ട് മതി അടുത്ത നടപടി.
ഒരിക്കലും വേഷവിധാനങ്ങളിലല്ല പ്രസ്ഥാനം. ഖൽബിലാണ് തഖ്വ. ഇബാദത്ത് വർദ്ധിപ്പിക്കണം, തഹജ്ജുദ് ഒഴിവാക്കരുത്, സുന്നത്ത് വർദ്ധിപ്പിക്കണം, വീടുകളിൽ ഹാപ്പി സോൺ ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു ജീവിതത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ലത്തീഫ് സഅദി ഉസ്താദിന്റെ ഭാര്യയ്ക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം അല്ലാഹ്. ആ സഹോദരി ജീവിത കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നീ സ്വർഗീയമായ ആനന്ദമാക്കണം അല്ലാഹ്. അവരുടെ മക്കളെയൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ തന്നെ നിലനിർത്തണം അല്ലാഹ്. അവരുടെ പെൺകുട്ടികൾക്ക് നല്ല ജീവിതം നൽകണം അല്ലാഹ്. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ പടച്ചോനെ. സമസ്തയുടെ 60ാം വാർഷികത്തിൽ സ്വാഗതം പറഞ്ഞ സുൽത്താനുൽ ഉലമ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം കാസർഗോഡ് വെച്ച് നടത്തിയ സുൽത്താനുൽ ഉലമ സമസ്തയുടെ സെന്റിനറിയുടെ സമാപന സമ്മേളനത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വളരെ ആവേശത്തോടെ പ്രസംഗിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുവാൻ സുൽത്താനുൽ ഉലമക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ താജുൽ ഉലമയുടെ കൂടെ, കൻസുൽ ഉലമയുടെ കൂടെ, നൂറുൽ ഉലമയുടെ കൂടെ, ലത്തീഫ് സഅദി ഉസ്താദിന്റെ കൂടെ, PA ഉസ്താദിന്റെ കൂടെ, ഞങ്ങളുടെ മശായിഖന്മാരുടെ കൂടെ എല്ലാം ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ദുനിയാവിൽ ഞങ്ങൾ ആനന്ദിച്ചതുപോലെ, ദുനിയാവിൽ ഞങ്ങൾ രസിച്ചതുപോലെ ഹബീബായ തങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് ഞങ്ങളെ ഇരുത്തിത്തരണേ അല്ലാഹ്. തങ്ങളടക്കമുള്ള അസ്ഹാബുൻ നൗബയുടെ കൂടെ ഞങ്ങളെ ചേർത്തു തരണമല്ലോ. റിജാലുൽ ഗായിബീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലാക്കണം അല്ലോ. ഞങ്ങളെ ഹബീബ് മുത്തുനബിയെ ഞങ്ങൾക്ക് മരണസമയത്ത് കാണിച്ചു തരണമല്ലോ. വുളൂഓടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലോ. ഖബറിലെത്തിയാൽ ഞങ്ങളെ ഹബീബായ തങ്ങളാണെന്ന് ഞങ്ങൾക്ക് ധൈര്യത്തിൽ പറയാൻ തൗഫീഖ് നൽകണം അല്ലോ. റഹ്മുറഹിമേ, ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ മുത്തുനബിനെ കാണണമല്ലോ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും മക്കളെ മക്കൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ സഹായിച്ച ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, അവർക്കെല്ലാം നീ തൗഫീഖ് നൽകണം അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ യുദ്ധത്തിന്റെ മറ നീങ്ങിയിട്ടില്ല. ഗൾഫുകാർ പേടിയിലാണ്. ഗൾഫിലെ പ്രതിസന്ധി ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളെ പട്ടിണിയാക്കും. ഗൾഫിൽ നീ വലിയ സമാധാനം നൽകണം അല്ലാഹ്. ഈ നാട്ടിലും നാട്ടിലെ പരിസരങ്ങളിലും വലിയ റാഹത്തും നീ നൽകണം റബ്ബേ. പകർച്ചവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. എല്ലാ നിലയിലും നീ ഞങ്ങളെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തി നല്ല ജീവിതം കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി നാട്ടുകാരോട് യാചിക്കുന്ന ഒരു പരീക്ഷണത്തിൽ പെടുത്തല്ല റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണേ അല്ലാഹുവേ. اللهم توفنا مسلمين والحقنا بالصالحين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم. ഹലോ, അഭിവന്ദരായ മർഹൂം